Hello friends, welcome to KTET Physics Academy. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട 30 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരു എക്സാം മോഡലിൽ നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ആൻസർ മാർക്ക് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് അതിന്റെ കീ തരുന്നതായിരിക്കും. കീ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പഠന നിലവാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഈ സബ്ജക്റ്റിൽ നോളജ് നേടാനായി സാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. ഈ വീഡിയോ മാത്രമല്ല, നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് കാണാൻ സാധിക്കും. അത് സെറ്റ് എക്സാമിന്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, KTETന്റെ CTETന്റെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ പേപ്പറൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. അപ്പൊ ഏകദേശം ഒരു 6500 അടുത്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത്. കേരളത്തില് KTET എക്സാമുമായി ബന്ധപ്പെട്ട്, KTET CTET നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വേറെ ഒരു ചാനലും ഇല്ല എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു മോട്ടിവേഷന് വേണ്ടി നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ലൈക്ക് അടിക്കാം. കമന്റ് ചെയ്യാം. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കമന്റുകളാവണം, അല്ലാതെ നമ്മളെ ചീത്ത പറയുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മളെ അങ്ങനത്തെ ലെവലിലുള്ള കമന്റുകളൊന്നും ഇടാൻ പാടില്ല. ഓക്കെ, നല്ല രീതിയിലുള്ള ക്രിട്ടിക്കലായി ക്രിട്ടിസൈസ് ചെയ്യുന്ന കമന്റുകളൊക്കെ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ഹു സിസ്റ്റമാറ്റിക്കലി സ്റ്റഡീഡ് ബിഹേവിയർ വാസ്. സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് ബിഹേവിയർ, സ്വഭാവത്തെ കുറിച്ചിട്ട് ആദ്യമായി ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തിയിട്ടുള്ള സയന്റിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആരാണ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻസ് നോക്കുക. ഇവാൻ പാവ്ലോവ്, രണ്ടാമത്തെ ഓപ്ഷൻ വൂണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ JB വാട്സൺ, നാലാമത്തെ ഓപ്ഷൻ നോൺ ഓഫ് ദീസ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ പേപ്പറിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ബിഹേവിയർ. സബ്ജക്റ്റീവ് മെത്തേഡ്, ബിഹേവിയർ പഠിക്കാനായിട്ടുള്ള സബ്ജക്റ്റീവ് മെത്തേഡ് ആയതല്ല, അല്ലാത്തതാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കാം. ഇൻട്രോസ്പെക്ഷൻ, ഓപ്ഷൻ ബി ഒബ്സർവേഷൻ, ഓപ്ഷൻ സി ഡ്രീം അനലൈസിസ്, ഓപ്ഷൻ ഡി ഇന്റർവ്യൂ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ഡ്രീം അനലൈസിസ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ ഇന്റർവ്യൂ. ഇതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചേഴ്സ് ഹു ആർ enthusiastic in the classroom teaching. ഓപ്ഷൻ എ, അതായത് ടീച്ചർമാരൊക്കെ എപ്പോഴാണ് ഹു ആർ enthusiastic, സന്തോഷം അല്ലെങ്കിൽ ആത്മാഭിമാനം തോന്നുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, often lack proficiency in the subjects which stays hidden under their enthusiasm. Option B, involve their students in the teaching learning process. Option C, simply dramatic to hold the students' attention. Option D, all of the above. ഏതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സബ്സ്റ്റൻസ് തിയറി, ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. ദ സബ്സ്റ്റൻസ് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഗിവൺ ബൈ. ഓപ്ഷൻ എ നോക്കട്ടോ. ഓപ്ഷൻ എയിലൂടെ ആൽപോർട്ട് ഉണ്ട്, ഓപ്ഷൻ ഡിയിലും ആൽപോർട്ട് ഉണ്ട്. പക്ഷെ അവിടെ തുടക്കം ഇവിടെ GW ആണ്, ഇവിടെ FH ആണ്. അപ്പൊ ഏത് ആൽപോർട്ട് ആണെന്നാണ് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ GW ആൽപോർട്ട്, ഓപ്ഷൻ ബി ഫ്രോയിഡ്, ഓപ്ഷൻ സി ലെവിൻ, ഓപ്ഷൻ ഡി FH ആൽപോർട്ട്. അപ്പൊ ഏതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്യും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Educational psychology helps the teacher in which of the following ways? എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചർമാരെ ഏതെല്ലാം രീതിയിലാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ, he can modify his teaching in accordance with individual difference.
Option B, he studies the personality of learners and then plans his way of action. Option C നോക്കുക, he can motivate the learners for learning. Option D, all of the above. അപ്പോൾ നോക്കി ടിക്ക് ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, personality was beautifully remarked as the same fire which melts the butter hardens the egg by. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. എ ആൽപോർട്ട്, ബി ഹൾ, സി വാട്സൺ, ഡി ലിൻഡ്സി, LINDZEY. അപ്പൊ ഇതിൽ ആരാണ് ഇത് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. എന്തത്? സെയിം ഫയർ വിച്ച് മെൽറ്റ്സ് ദ ബട്ടർ ഹാർഡൻസ് ദ എഗ്. അപ്പൊ ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഫാക്ടർ ഇൻ ദ ടീച്ചേഴ്സ് മെന്റൽ ഹെൽത്ത്. ടീച്ചർമാരുടെ മെന്റൽ ഹെൽത്തിന് പോസിറ്റീവ് ഫാക്ടർ നോട്ട് എ പോസിറ്റീവ് ഫാക്ടർ ഇൻ ദ ടീച്ചേഴ്സ് മെന്റൽ ഹെൽത്ത്. ഓപ്ഷൻ നോക്കുക, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. Option B, a strong need to love and to be loved by the children. Option C, programmed in which routine is routinized. Option D, a schedule allowing for hobbies, friends and relaxation. ഇതിലേതാണ് അതിൻ്റെ ഓപ്ഷൻ നോക്കുക, മാർക്ക് ചെയ്യാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, ലേണിംഗ്. ഓപ്ഷൻ ബി, സിന്തസൈസിസ് ഓഫ് എബിലിറ്റീസ്. ഓപ്ഷൻ സി, മെച്ചുറേഷൻ. ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. But development is option A, the learning. Option B, synthesis of abilities. Option C, maturation. Option D, all of the above. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം, ടിക്ക് ചെയ്യാം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, the word psychology has originated from. സൈക്കോളജി എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്? അപ്പൊ ഏതെല്ലാം വാക്കുകൾ കൂടി ചേർന്നാണ് സൈക്കോളജി ഫോം ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ നോക്കാം, സൈക്കോ ആൻഡ് ലോഗസ്. ഓപ്ഷൻ ബി, ലോഗൻസ് ആൻഡ് സോഷ്യൽ. സ്പെല്ലിംഗ് നോക്കണം, ഇവിടെ LOGUS ആണ്, ഇവിടെ LOGNS ആണ്. ഓപ്ഷൻ സി നോക്കാം, സൈക്കോ ആൻഡ് ലോഗീസ്, LOGIS. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ് ശരിയെന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി A, to learn. Option B, to adjust oneself to new situation. Option C, to think in terms of ideas. Option D, to do all the three above. All of the above എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇന്റലിജൻസ് ഇസ് ദ എബിലിറ്റി. ഓപ്ഷൻ എ, to learn. Option B, to adjust oneself to new situation. Option C, to think in terms of ideas. Option D, to do all the three above. ഏതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. ഓക്കെ, 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The subjective observation or self-observation is called. സബ്ജക്റ്റീവ് ഒബ്സർവേഷൻ പറയുന്ന മറ്റൊരു പേരാണെന്ത്? സെൽഫ് ഒബ്സർവേഷൻ. അപ്പൊ എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, എക്സ്പെരിമെന്റ്. ഓപ്ഷൻ ബി, പ്രാക്ടിക്കൽ ബിഹേവിയർ. ഓപ്ഷൻ സി, ഇൻട്രോസ്പെക്ഷൻ. ഓപ്ഷൻ ഡി, സൂപ്പർ ഒബ്സർവേഷൻ. അപ്പൊ 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, എക്സ്പെരിമെന്റ്. ഓപ്ഷൻ ബി, പ്രാക്ടിക്കൽ ബിഹേവിയർ. ഓപ്ഷൻ സി, ഇൻട്രോസ്പെക്ഷൻ. ഓപ്ഷൻ ഡി, സൂപ്പർ ഒബ്സർവേഷൻ. നോക്കുക, ആൻസർ ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ദ റിസൾട്ട് ഓഫ് ലേണിംഗ് ഈസ്. ഓപ്ഷൻ എ, modification and development. Option B, storing new knowledge in the mind. Option C, acquiring more information. Option D, utility to use old experiences. ഏതാണ് ശരിയെന്ന് വെച്ചാൽ ടിക്ക് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, in which of the following stages the child looks self-centered.
എപ്പോഴാണ് കുട്ടി ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ട് മാറുന്നതാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ഇൻഫാൻസി, ഓപ്ഷൻ ബി ഏർലി ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ സി അഡോളസെൻസ്, ഓപ്ഷൻ ഡി അഡൾട്ട്ഹുഡ്. എല്ലാവർക്കും അറിയാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ ചെയ്യുക. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ പീരീഡ് ഓഫ് ഇൻഫാൻസി ഇമോഷൻസ് ആർ. ഇൻഫാൻസി കണ്ടീഷനിൽ എങ്ങനെയാണ് ഇമോഷൻസ് എന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ നീഡ് ബേസ്ഡ്, ഓപ്ഷൻ ബി ഇന്റൻസ് ഫ്രീക്വന്റ് ആൻഡ് അൺസ്റ്റേബിൾ, ഓപ്ഷൻ സി ലൈക്ക് ആൻ ഓപ്പൺ ബുക്ക്. ലൈക്ക് ആൻ ഓപ്പൺ ബുക്കിന് പറഞ്ഞ മറ്റൊരു പേരാണ് ഓവർട്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. പലവട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ആർക്കും അറിയാമായിരിക്കും, വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ് എ ലെസൺ തോണ്ടേക്സ് ലോ ഓഫ് റെഡിനെസ് ഫൈൻഡ്സ് ആപ്ലിക്കേഷൻ ഇൻ. തോണ്ടേക്കിന്റെ തിയറിയുടെ ക്ലാസ് നമ്മൾ മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കേട്ടതിന് ശേഷം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നമുക്ക് വേഗം പോവാം. റീക്യാപ്ചുലൈസേഷൻ, ഓപ്ഷൻ ബി ഹോംവർക്ക്, ഓപ്ഷൻ സി ഇൻട്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി പ്രസന്റേഷൻ. ഏതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. 16 നോക്കാം. പാരന്റൽ ഇൻഡിഫറൻസസ് ടു ദി ചൈൽഡ്സ് ബിഹേവിയർ ഈസ് കോൾഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ വിഡ്രോവൽ, ഓപ്ഷൻ ബി ഓവർ പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി അഗ്രഷൻ, ഓപ്ഷൻ ഡി ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിക്ഷണൽ വേൾഡ് ഓഫ് ദി ചൈൽഡ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ്. ഓപ്ഷൻ എ 3 to 4, ഓപ്ഷൻ ബി 4 to 5, ഓപ്ഷൻ സി 5 to 6, ഓപ്ഷൻ ഡി 6 to 8. അടുത്ത നോക്കുക. ലാറ്ററൽ ചൈൽഡ്ഹുഡ് ഈസ് കോൾഡ് ലാറ്റൻസി പീരീഡ് ബിക്കോസ്. ലാറ്ററൽ ചൈൽഡ്ഹുഡിനെ ലാറ്റൻസി പീരീഡ് എന്ന് പറയാനുള്ള കാരണം. ഓപ്ഷൻ എ ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് ഇൻആക്ടിവിറ്റി, ഓപ്ഷൻ ബി ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽസ് ആർ ഡോർമെന്റ്, സി സെക്സ് റിമൈൻസ് ഡോർമെന്റ്, ഓൾ ഓഫ് ദി അബവ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പീരീഡ് ഓഫ് ലേറ്റർ ചൈൽഡ്ഹുഡ് ഈസ് മാർക്ക്ഡ് ബൈ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസർ പറയാം. ഓപ്ഷൻ എ anger against justice, option B slow and steady physical growth, option C stability in emotions, option D all of the above. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് മാർക്ക് ചെയ്യാം. 20th question. Electra complex is psychoanalytic theory that Electra complex എന്ന് പറഞ്ഞാൽ എന്താണ്? Option A son's attachment to his mother, option B boys develops inferiority complex in the presence of girls, option C daughter's attachment to her father, option D none of the above. അപ്പോൾ ഏതാണ് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫ്രോയിഡിന്റെ തിയറി അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. 21st question നോക്കുക. According to Freud, superego is properly developed during A. Anal stage, B. Phallic stage, C. Latency stage, D. Genital stage. അപ്പോൾ സൂപ്പർ ഈഗോ എപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഇനി നോക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്സർവബിൾ സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പോൾ ഡെവലപ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഒബ്സർവബിൾ സോഷ്യൽ ഇന്ററാക്ഷൻ. ദിസ് ഇസ് ദ ഒപ്പീനിയൻ ഓഫ്. ഇതിന്റെ അഭിപ്രായം പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരുന്നത്. നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഇവരുടെ മുന്നൊരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് നോക്കുക. അതിന്റെ ഓപ്ഷൻസ് നോക്കാം. റോബർട്ട് സിയേഴ്സ്, ഓപ്ഷൻ ബി എറിക്സൺ, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. പക്ഷെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അടുത്ത് നോക്കുക. 23. ഓർഗനൈസേഷൻ ഓഫ് സെൻസറി എക്സ്പീരിയൻസസ് അബൌട്ട് എ പെർട്ടിക്കുലർ ഓബ്ജക്റ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ റീസണിംഗ്, ഓപ്ഷൻ ബി കോൺസെപ്റ്റ്, ഓപ്ഷൻ സി പെർസെപ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്യാം. 24ാമത്തെ ക്വസ്റ്റ്യൻ. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു പോസിറ്റീവ് ഗോൾസ് ഈസ് കോൾഡ് ആൻ. ഓപ്ഷൻ എ അവോയ്ഡൻസ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ബി അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ സി അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഓപ്ഷൻ ഡി അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. 25th നോക്കുക. ദ ബുക്ക് തിയറി ഓഫ് മോട്ടിവേഷൻ ഹാസ് ബീൻ റിട്ടൺ ബൈ മാസ്ലോ, മൊറെ, കെ ബി മാഡ്സൺ. അപ്പോൾ ആൻസർ കെ ബി മാഡ്സൺ ഉണ്ട്. ഇനി അടുത്ത് നോക്കി 26th ക്വസ്റ്റ്യൻ നോക്കുക. ദ കാറ്റൽസ് കൾച്ചർ ഫയർ ടെസ്റ്റ്. കാറ്റലിന്റെ എന്താണ് കൾച്ചർ ഫയർ ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് വാസ് ഡെവലപ്ഡ് ഇൻ 1961.
27th question നോക്കാം. ഹൈറാർക്കി തിയറി ഓഫ് ഇന്റലിജൻസ് വാസ് ഗിവൺ ബൈ. ഹൈറാർക്കി തിയറി ഓഫ് ഇന്റലിജൻസ് ആണ് ബർട്ട് ആൻഡ് വെർമോൺ. കേൾക്കാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് പഠിച്ചു വയ്ക്കുക. ഹൈറാർക്കി തിയറി ഓഫ് ഇന്റലിജൻസ് വാസ് ഗിവൺ ബൈ ബർട്ട് ആൻഡ് വെർമോൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. When 28th question, when learned material is reproduced without any manipulation, it is called. പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. പെർഫെക്റ്റ് മെമ്മറി, ഹോൾ മെമ്മറി, റൂട്ട് മെമ്മറി, ഓൾ ഓഫ് ദി അബവ്. 29 നോക്കാം. ഫ്രീമാൻ കൺസിഡേഴ്സ് ഇന്റലിജൻസ് ആസ് എൻ എബിലിറ്റി ടു ഓപ്ഷൻ എ മാനിപ്പുലേറ്റ് ആബ്സ്ട്രാക്ട് മെറ്റീരിയൽസ്, ഓപ്ഷൻ ബി അഡ്ജസ്റ്റ് ഇൻ ആൻ അഡ്വേഴ്സ് സിറ്റുവേഷൻ, ഓപ്ഷൻ സി ലേൺ ബെറ്റർ ആൻഡ് ഫാസ്റ്റർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാം. 30ാമത്തെ വണ്ടി നോക്കാം. ദ സ്റ്റാൻഡേർഡ് വിഷ്വൽ ജസ്റ്റർ സൈൻ ലാംഗ്വേജ് ലേൺഡ് ബൈ ദ ഡെഫ് ഹാവ് മെനി ഫീച്ചേഴ്സ് ഇൻ കോമൺ വിത്ത്. ആൻസർ ഇതേക്കാണ്, വിഷ്വൽ വോക്കൽ ലാംഗ്വേജസ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാൻഡേർഡ് വിഷ്വൽ ജസ്റ്റർ സൈൻ ലാംഗ്വേജ് ലേൺഡ് ബൈ ദ ഡെഫ് ഹാവ് മെനി ഫീച്ചേഴ്സ് ഇൻ കോമൺ വിത്ത്. ആൻസർ ഓട് ചോദിക്കുക, വിഷ്വൽ വോക്കൽ ലാംഗ്വേജസ്. 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 15 മിനിറ്റിലാണ് എക്സാം എഴുതേണ്ടത്. നിങ്ങൾക്ക് OMR മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ABCD എന്ന് എഴുതിയാൽ പോലെ. അതുകൊണ്ടാണ് 30 ക്വസ്റ്റ്യൻസ് 16 മിനിറ്റിൽ പറഞ്ഞത്. ഈ സെയിം സാധനം OMR ആയിട്ട് എഴുതുമ്പോൾ 30 മിനിറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തെറ്റിപ്പോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസണും കൂടി ഒന്ന് അതിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് മൊബൈൽ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇയർഫോൺ വെച്ചുകൊണ്ടോ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും. കാരണം ഞാൻ എൻ്റെ സൗണ്ട് പരമാവധി കുറച്ച് ഒരു 36 ഡെസിബെല്ലാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 36 ഡെസിബെല്ലിൽ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു ഗാമ റേറ്റിലുള്ള ഫ്രീക്വൻസിയിലായിരിക്കും വരിക. അപ്പം നിങ്ങളുടെ തലച്ചോറിലേക്ക് അത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഫീഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതൊന്നല്ല, ഭയങ്കര ഡോൾബി സൗണ്ടാണ്. പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് സൗണ്ട് കുറച്ച് പറയേണ്ടതാണ് ബെറ്റർ എന്ന് നമ്മുടെ സുകുമാർ അഴീക്കോട് മാഷ് പറഞ്ഞതുകൊണ്ടാണ് സൗണ്ട് നമ്മൾ അതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പറയുന്നത്. ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോൺ വെച്ചുകൊണ്ട് കേൾക്ക്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്താം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സൈനിങ് ഔട്ട്.